ജസ്ന ഞാൻ അങ്ങോട്ട് സ്ഥലം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ പെങ്ങളവിടെ പ്രസവിച്ചടക്കാണ്. ഞാൻ അവിടെ ഒരാളെയും കൂടി നോക്കാനാക്കിയിട്ടില്ല. ഓളെ വിളിക്കിങ്ങളേ. ഓളൊരു കുട്ടിക്ക് വെച്ചിങ്ങാണ്ട് ഓളെ എന്റെ പണിക്കാരത്തൊന്നുമല്ല. എന്തെങ്കിലും കണ്ടുകളെ ഓളിപ്പോ എന്റെ ഒപ്പം തന്നെ അല്ലേ ഇനി ഒന്നുവരെ ഇന്റെ ഒപ്പം തന്നെയായിരുന്നു. പിന്നെ എന്തിനാ ഓളവിടെ ഇതിന്റെ ഉള്ളിൽ അടച്ചിട്ട് എന്തിനാ? ഇപ്പൊ എന്താ ഈ പെണ്ണ് കെട്ടിക്കഴിഞ്ഞാല് ഓളെന്റെ വീട്ടില് പറയണ കേക്ക് പിന്നെ സേവക്കാരത്തേറ്റ് നിക്കണ കെട്ടിയോൻ ഭർത്താവും കെട്ടിയോള് ഭാര്യയാണ്. ഭർത്താവ് പറഞ്ഞാൽ ഭരിക്കുന്നവനാണ്, ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്ന ആളാണ്. അതിന്റെ ഈ പരിപാടിക്ക് ഓള് ഇവിടുന്ന് പോരും കരുതണ്ട. അപ്പൊ അത് ഓളല്ലേ പറയേണ്ടത്, നിങ്ങളല്ലല്ലോ പറയേണ്ടത്. ഓള് അങ്ങനെ സ്വന്തം തീരുമാനപ്രകാരം കുട്ടികളെ പെറ്റ് വളർത്തി ഉണ്ടാക്കണെങ്കിലേ കുറച്ചൊന്നും നയിപ്പ് വരാൻ എനിക്കറിയോ. ഐറ്റങ്ങള് പെറ്റുകാണ്ട് ഐറ്റങ്ങളെ പ്രസവം മുതൽ ഇങ്ങോട്ട് ഞാൻ അലിയാക്ക കണക്ക് കേൾക്കാൻ വന്നതല്ല. ഞാൻ ഈ കണക്ക് കേൾക്കാൻ വന്നതല്ലേ. കണക്കല്ല ഇത് പറയണേക്ക്. ഞാൻ അവിടുന്ന് കണ്ട് ഞാൻ ഓളെ ഇറക്കിക്കൊണ്ടുപോയില്ലേ. പുതിയാപ്പിളിനെ ആ ഘട്ടത്തിൽ എത്തുമ്പോ ഓളെ വാപ്പാന വേണ്ട, അത് ഓളെ സ്വന്തം ഇഷ്ടപ്രകാരം. അതിന് ഓള് തെരഞ്ഞെടുത്തത് ഇന്നല്ലേ. എന്താ ഓൾക്ക് മോശം? പിന്നെ എന്തിനാ ഓള് ഇവിടെ പോന്നേ? തരുമ്പോ എന്നോട് ഒരു ഭർത്താവിന് ഡിമാൻഡ്. ഒരു പെണ്ണിനെ കെട്ടിച്ച് ഒരു വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ആ വീട്ടിലെ പണിയെടുക്കാൻ തന്നെയാണ്. അല്ല ഇണയാക്കി തുണയാക്കി തരിക. ഇണിയും തുണിയെന്നും പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുണ്ടാവണം. ഒരു രണ്ട് ശരീരം ഒരു മനസ്സും ആകണമെന്നാ. അതൊക്കെ നിങ്ങൾ ഈ എണ്ണയും തുണയും ആക്കി തരുന്നതിന്റെ മുന്നേ ഞങ്ങൾക്ക് ആ ഒരു അറിവുള്ളതുകൊണ്ടാണ് ഓളിന്റെ പിന്നാലെ പോകുന്നത്. ഞാൻ പെൺകുട്ടികളെ വളർത്തുന്ന ഒരാളാണ് ഞാനും. അന്നെ പോലത്തെ ഓരോരോ ഹംകിങ്ങൾക്ക് കെട്ടിച്ചു കൊടുത്താലുള്ള ഇതാണ് സ്ഥിതി. അല്ല ഒരു ഉറുപ്പ് എവിടുന്ന് മേടിക്കാതെയാണ് ഞാൻ പെണ്ണെട്ടിക്കുന്നത്. ആരെയൊക്കെ ജോളെ തട്ടിക്കൊണ്ടതല്ലേ. ഓള് പഠിച്ചിനോടത്ത് പോയിങ്ങാണ്ട് കോളേജിലും സ്കൂളിലും പോയിങ്ങാണ്ട് കണ്ണും കടായി കാട്ടിയാണ്ട് ഓളെ ഇതാക്കിയാണ്ട് ഇതായിക്കൊണ്ടേങ്ങാണ്ട് ഇപ്പൊ ഇവിടുന്ന് വലിയ വർത്താനം പറയാ. വർത്താനല്ല ഓൻ പറഞ്ഞു. ഓളെ ഇജിപ്പോ ഓളെ കൊണ്ടേയില്ലെങ്കിൽ ഓള് ഇവിടെ ഒരു ഭാരമൊന്നുമില്ല. ഓള് ഇനി ഇവിടെ പഠിച്ചാൻ പോവാണ്. ഓളൊക്കെ തട്ടിക്കൊണ്ടേന്റെ ശേഷം ഓളെ പഠിപ്പ് തുമ്പില്ലാതായില്ലേ. ഇത് പഠിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. വലിയ വർത്താനം പറയണ്ടല്ലോ. ഓളെ പഠിപ്പ് പൂർത്തിയാക്കിയിട്ട് ഓള് വല്ല ജോലി കിട്ടു നോക്കട്ടെ. ഞാൻ എന്താ വിചാരിച്ചേ? ഇനി ഇവിടെ വന്നിട്ട് ബീച്ചിൽ പെടുത്തുമ്പോത്തിന് പെൺകുട്ടിയല്ലേ, ഓള് പോയിക്കോട്ടെ, ഓളെ അതൊന്നും നടക്കൂല കേട്ടോ. അവിടെ അത് പണ്ട് ഇറങ്ങി പോകാർക്കല്ലേ. ഞാനേ നിങ്ങളെ വിചാരിച്ച ആളല്ല. അല്ല അത് മനസ്സിലായി. ഞാൻ വരൂ ഇവിടെ. ഞാൻ ഓളെ കൊണ്ടുപോകാൻ വന്നാണ്. ഞാൻ ഓളെ വിചാരിച്ച ആളല്ല. ഞാനതല്ല. നിങ്ങൾക്ക് എന്റെ സ്വഭാവം ശരിക്കും അറിയില്ല. അതറിയാം, അത് മനസ്സിലായി. എനിക്കറിയാം ഓളെ കൊണ്ടുപോകാൻ. പിടുത്തം വിട്ട് ഞാൻ കൊണ്ടുപോകും. എന്താ ഉണ്ടാക്കണിച്ച് ഉണ്ടാക്ക്, അത് ഞങ്ങള് നോക്കിക്കൊണ്ട്. അത് പണ്ടത്തെ കാലം ഒന്നല്ല ഇപ്പൊ.